പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ നിഗൂഢമായ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ധ്യാനിക്കുക. കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല ചരാചരങ്ങളെയും മിശിഹായിൽ പുനരുദ്ധരിക്കുക എന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം. ക്രിസ്തുവിലൂടെ പ്രപഞ്ചം മുഴുവൻ ഒരു പുതിയ ക്രമത്തിലേക്കും ഐക്യത്തിലേക്കും പ്രവേശിക്കുന്നു. പാപത്താൽ ചിതറിപ്പോയ മാനവകുലത്തെയും സൃഷ്ടിയെയും അവിടുന്ന് തൻ്റെ കുരിശിലെ ബലിയിലൂടെ വീണ്ടും കൂട്ടിയിണക്കി. ഈ ഏകീകരണം കേവലം ഒരു ബാഹ്യമായ ഒത്തുചേരലല്ല, മറിച്ച് ക്രിസ്തു എന്ന ശിരസിൽ ശരീരത്തിലെ അവയവങ്ങൾ എന്ന പോലെ സകലതും ചേർക്കപ്പെടലാണ്. ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ ഈ വിളംബരം പ്രപഞ്ചത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു പ്രത്യാശയാണ് നമുക്കോരോരുത്തർക്കും നൽകുന്നത്. സഭയുടെ പ്രബോധനമനുസരിച്ച് ക്രിസ്തുവാണ് ചരിത്രത്തിൻ്റെ കേന്ദ്രവും ലക്ഷ്യവും. നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മവും ചിന്തയും കർത്താവിൻ്റെ നാമത്തിൽ ഒന്നാകുമ്പോഴാണ് അത് അർത്ഥവത്തായി മാറുന്നത്. ലോകത്തിലെ ഭിന്നതകളും കലഹങ്ങളും മാറി സമാധാനത്തിൻ്റെ ഒരു പുതിയ യുഗം ക്രിസ്തുവിലൂടെ സംജാതമാകുന്നു. ഓരോ വിശ്വാസിയും ഈ ഏകീകരണ ദൗത്യത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ്. അവിടുത്തെ സ്നേഹത്തിന് വിരുദ്ധമായ സകലതിനെയും ഉപേക്ഷിച്ച് പ്രപഞ്ചത്തിൻ്റെ നാഥനായ ക്രിസ്തുവിൽ എല്ലാം സമർപ്പിക്കാൻ നാം തയ്യാറാകണം. ദൈവഹിതം ലോകത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ സൃഷ്ടി മുഴുവൻ അതിൻ്റെ അന്തിമമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. ഈ മഹനീയമായ ദൈവപദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.